കൊച്ചിയിലെ അവയവക്കടത്ത് ഏജന്റ് പിടിയിലായ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. 3 വർഷത്തിനിടെ 200-ലധികം ആളുകളെ പ്രതി സബിത്ത് അവയവക്കടത്തിനായി ഇറാനിൽ എത്തിച്ചതായാണ് കണ്ടെത്തൽ. വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും തയ്യാറാക്കിയാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. ഇറാനിലെ ആശുപത്രിയിൽ ഒരാളെ എത്തിക്കുമ്പോൾ സബിത്തിന് 60 ലക്ഷം രൂപയാണ് ലഭിക്കുക. അവയവം നൽകാൻ തയ്യാറായ ആളുകൾക്ക് 10 ലക്ഷം രൂപയാണ് നൽകിയത്. എസ് ശ്യാംകുമാർ നൽകും കൊച്ചിയിൽ നിന്നും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്യാം, വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, വലിയ അവയവക്കടത്ത് നടന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? അജിൻ, അവയവകടത്തുമായി ബന്ധപ്പെട്ട് വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സബിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിൽ വ്യാജ ആധാർ കാർഡുമായി എത്തിയിരുന്ന ചില ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇറാനിൽ അവയവ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ ആളുകളെ ഇങ്ങനെ അവയവകടത്തിന് വേണ്ടി കൊണ്ടുപോയിരുന്നു. അവരിൽ ചിലർ ഇറാനിൽ വെച്ച് തന്നെ മരണപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ബോംബെയിൽ നിന്ന് FRROയുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഇയാളെ ഇന്നലെ തടഞ്ഞു വെച്ച് പോലീസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതായത് കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി എന്നുള്ളതാണ്. ഒരു തവണ അവയവക്കടത്തിന് തയ്യാറാകുന്ന ആളുകൾക്ക് ഇയാൾ 10 ലക്ഷം രൂപയാണ് നൽകിയിരുന്നത്. വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും ഉൾപ്പെടെ ഈ സംഘം നിർമ്മിച്ചു നൽകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചായിരുന്നു. ഇറാനിലെ ആശുപത്രിയിൽ ഒരാളെ എത്തിക്കുമ്പോൾ ഇവർക്ക് 60 ലക്ഷം രൂപ ലഭിച്ചിരുന്നു എന്നുള്ളതും പുറത്തു വരുന്നുണ്ട്. ഇതോടെ വലിയ തുകയാണ് ഈ സംഘം കഴിഞ്ഞ 3 വർഷത്തിനിടെ അവയവകടത്തിലൂടെ സമ്പാദിച്ചത് എന്നുള്ള നിർണായക വിവരം കൂടി പുറത്തു വരികയാണ്. ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യലിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് കൊച്ചിക്ക് പുറമെ മലയാളികളെ കൂടുതലായി കൊണ്ടുപോയത് എന്നുള്ളൊരു പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റ് പല ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ആളുകളെ വിമാനത്താവളങ്ങൾ വഴി കടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. സബിത്തിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത്തരം വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. നിലവിൽ സബിത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.